പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സമൂഹം പലരും പല രീതിയിലും എന്നെ ഉപദ്രവിക്കുന്നു. സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും അല്ലാതെയും ഒക്കെ ആയിട്ട്. ഇപ്പം കുറച്ച് സ്ത്രീകൾ എൻ്റെ നേർക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനൊരു മാല ചാർത്തിയതിൻ്റെ പേരിൽ. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ കേരളത്തിൽ എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? ഈ സ്ത്രീകളൊക്കെ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഈ സ്ത്രീ ഉരുമ്പട്ടാൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതുക്കും മേലെയാണ്. അതിലെ ഒരു സ്ത്രീ, ഒരു പുള്ള പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ BJPൻ്റെയും RSSൻ്റെയും നേതാക്കളാ ഹണി ട്രാപ്പ് പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ് എന്നുള്ളത്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് പിള്ളേ, ഈ BJPൻ്റെയും RSSൻ്റെയും ആൾക്കാർ സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾക്ക് അവിടെ മലന്നട്ടി വിൽക്കുന്ന ആൾക്കാരാണോ പിള്ളേ? നീ ഉദ്ദേശിച്ചത് എന്നാൽ അങ്ങനെയല്ലേ? നീ പറയുന്ന രീതി കേട്ടാൽ തോന്നും RSSൻ്റെയും BJPൻ്റെയും ആൾക്കാർ സ്ത്രീ വിഷയത്തിൽ കുറച്ച് മുമ്പോട്ടാണെന്ന്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഈ പിള്ള പറഞ്ഞതാണ്. ഈ പിള്ളയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ RSSൻ്റെയും BJPൻ്റെയും ആൾക്കാരാ എന്തിന്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ വരെ ഹണി ട്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണെന്ന്. ഈ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഫോർമാലിറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വാക്കെങ്കിലും ഒഴിവാക്കുമായിരുന്നു. വേണ്ട, നമ്മുടെ MP സുരേഷ് ഗോപിനെ ഞാൻ ഹണി ട്രാപ്പ് പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് വേറൊരർത്ഥവും കൂടിയില്ലേ? സുരേഷ് ഗോപി എന്താ സ്ത്രീലമ്പടനാണോ? അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക പിള്ളേ. നീ പറയുന്നു ഞാൻ RSSലും BJPയിലുള്ള പലരെയും ഞാൻ ഹണി ട്രാപ്പ് പെടുത്താൻ ശ്രമിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന് അങ്ങനെയൊരു അർത്ഥമില്ലേ? BJPൻ്റെയും RSSൻ്റെയും ആൾക്കാർ സ്ത്രീകളെ കാണുമ്പോഴേക്കും മലന്നട്ടി വിൽക്കുമെന്നുള്ള നിൻ്റെയൊക്കെ ചിന്താഗതി ഉണ്ടല്ലോ. സ്വന്തം പാർട്ടിയിൽ നിന്നിട്ട് സ്വന്തം പാർട്ടിക്കാരെ കുറ്റം പറയുന്നതിനെക്കാട്ടി നല്ലത് പോയി ചത്തൂടെ പെണ്ണേ? അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ അറിയുന്ന, എനിക്ക് പരിചയമുള്ള, ഞാൻ കേട്ടറിഞ്ഞ RSSൻ്റെയും BJPൻ്റെയും ആൾക്കാർ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച ആൾക്കാരാണ്. നരേന്ദ്രമോദിജി വിവാഹം കഴിച്ചിട്ടില്ല, പാർട്ടിയായിരുന്നു വലുത്, കുടുംബമല്ലായിരുന്നു. കുമ്മനം രാജശേഖരേട്ടൻ വിവാഹം കഴിച്ചിട്ടില്ല, പാർട്ടിയാണ് വലുത്, അല്ലാതെ കുടുംബമല്ലായിരുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച ഇവരെ പോലുള്ള നേതാക്കന്മാരുള്ള കാലത്താണ് നീ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടോ നിനക്ക്? സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം പാർട്ടിക്കാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അല്ല, അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നീ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം ഈ പിള്ള പറഞ്ഞതിൻ്റെ പൊരുൾ. പിള്ള പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJPക്കാരെയും RSSകാരെയും ഒക്കെ ഹണി ട്രാപ്പ് പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പിള്ള എന്താണ് ഉദ്ദേശിച്ചത്? അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുകയാണ് പിള്ളേ. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, യഥാർത്ഥ RSSകാരോ യഥാർത്ഥ BJPക്കാരോ ജസ്ന സലീമിനാന്നല്ല ലോകത്തൊരാളെയും ഒരു രീതിയിലും ഉപദ്രവിക്കില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ച ഒരു പാർട്ടിയാണത്. ഭാരതാമ്മയെ അമ്മയായിട്ട് കാണുന്നൊരു പാർട്ടിയാണത്. അവർക്ക് സ്ത്രീകളെ ഉപദ്രവിക്കാൻ അറിയില്ല, സ്ത്രീകളെ സംരക്ഷിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവരുടെ അടുത്തൊരു സ്ത്രീ വരുമ്പോൾ ഒരടി അകലം പാലിച്ചിട്ട് തന്നെ പെരുമാറാനും അവർ പഠിച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് അമ്മയുടെ വില അറിയാം, അതുകൊണ്ടൊരു സ്ത്രീയുടെയും വില അറിയാം. അത് സ്വന്തം പാർട്ടിയിൽ നിന്നിട്ട് ശ്രീജ പിള്ളക്ക് മാത്രം അറിയാതെ പോയി. ഓക്കെ, ശരി.